Kerala. I became Malayali with you guys, thanks to you. I'll tell you before this tournament, Keri Wadamakale. കേരളത്തിലെ ഏറ്റവും ജനകീയനായിരുന്ന ഫുട്ബോൾ കോച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ വുkomanović എന്ന ആശാൻ. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിച്ച സൂപ്പർ കപ്പിലേക്ക് അതിഥിയായി അദ്ദേഹം എത്തി. വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്. അവിടെ വെച്ച് ഫുട്ബോളിനെക്കുറിച്ചും ഇന്ത്യയിലെ ഫുട്ബോൾ രംഗത്ത് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സൗദിയിലെ റിയാദിൽ മീഡിയ വൺ സൂപ്പർ കപ്പിൻ്റെ ഉദ്ഘാടനം. എത്തിയത് സെർബിയൻ താരവും കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചുമായിരുന്ന ഇവാൻ വുkomanović. കാണികളുടെ ആരവങ്ങൾക്ക് നടുവിലൂടെ അദ്ദേഹം വേദിയിലേക്കെത്തി. വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ അഭിവാദ്യങ്ങളോടെ സ്വീകരിച്ചു. കേരളത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വൈകാരികനായി ഇവാൻ. Admit that I feel so privileged and honored to be here tonight with you. Since the first moment I arrived in Kerala, I felt privileged. I felt emotion. I felt the heart, and very quickly you made me all proud because you allowed me to become one of you guys. I became Kerala. I became Malayali with you guys, thanks to you. ആശാനെ എന്ന ഗാലറിയിലെ വിളിയോട് ഇതായിരുന്നു മറുപടി. Before this tournament, Keri Wadamakale. പിന്നീട് കാണികൾക്കായി സ്വതസിദ്ധമായ ശൈലിയിൽ പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയങ്ങളിൽ അദ്ദേഹം ആവേശത്തിരയിളക്കിയ അതേ പ്രകടനം. ഒടുവിൽ കാണികളെ നേരിട്ട് കണ്ട് ഗാലറിയിലേക്ക് ഒപ്പിട്ട പന്തുകൾ അടിച്ചു നൽകി മീഡിയ വണ്ണിന്റെ സൂപ്പർ കപ്പ് ഉദ്ഘാടനം. സംഘാടക സമിതി മിയമിയാണ് ഏറ്റവും നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ കോച്ചിനെ ഇവിടെ സംഘടിപ്പിച്ച് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഈ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും നമ്മൾ ഈ പ്രവാസികൾക്ക് ഏറ്റവും ഒരു എങ്ങനെ പറയാന്നില്ല മികച്ചൊരു തന്നെ. നോർമലി ഒരു ഗസ്റ്റ് ഒന്നും നമ്മൾ വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല. പുള്ളി നമ്മളൊന്ന് കൈനീട്ടി വിളിച്ചപ്പോൾ തന്നെ പുള്ളി ഇങ്ങോട്ടേക്ക് വന്നു. ആശാനെ കണ്ടു, വളരെ സന്തോഷമായി, അടിപൊളിയായി. ിന്റെ ടൂർണമെന്റ് അടിപൊളി, നല്ല സംഘാടനം, എല്ലാം കൊണ്ടും നല്ല നല്ല ടീം ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും ഉഷാറായിട്ട്. ഈ പ്രാവശ്യത്തെ മീഡിയ വണ്ണിന്റെ കളി നല്ല സൂപ്പർ കളിയാണ്. ടൂർണമെന്റ് അടിപൊളിയാണ്, ഓർഗനൈസേഷനും എല്ലാം അടിപൊളിയാണ്, കളികളും അടിപൊളിയാണ്. പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരുന്ന ഇവാൻ വളരെ നന്നായിട്ട് നമുക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും എല്ലാം അറിയിച്ച് ഈ പരിപാടിയിൽ വളരെ പങ്കെടുത്തു. നല്ലൊരു ആരവുള്ളൊരു ടൂർണമെൻ്റാണ്. കേരളത്തിൻ്റെ കോച്ച് വന്ന് വളരെ ആവേശകരമായ ഒരു ടൂർണമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് ആശം എന്നതിലൊക്കെ. മീഡിയ വണ്ണ് നടത്തുന്ന പരിപാടി ഉഷാറായി. പിന്നെ ഇവിടെ വന്ന കോച്ച്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച്, നമ്മളൊരു കാണാൻ കൊതിച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. പ്രവാസ ലോകത്തെ വരണ്ട ജീവിതത്തിൽ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്ന മീഡിയ വണ്ണിന്
എല്ലാ അർത്ഥത്തിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഏറ്റവും നല്ല ഓർഗനൈസേഷനിലോട് കൂടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. മികച്ചൊരു കളിയായിരുന്നു. വെൽ ഡൺ, ഗുഡ്. അടിപൊളി കളിയായിരുന്നു. എല്ലാ ടീമും ഒരേപോലെ കളിച്ച് അടിപൊളി കളിയായിരുന്നു. ഈ മാസം 17-ന് ആരംഭിച്ച സൂപ്പർ കപ്പിലെത്തിയ ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്താനുള്ള താൽപ്പര്യവും മീഡിയ വണിനോട് തുറന്നു പറഞ്ഞു. So if you get once again an opportunity to come to Blasters, will you accept? Yes, always, because Kerala Blasters will always stay in my heart. ആശാൻ എന്ന വിളി അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട്. I must admit, yeah, I miss that, but you know, somehow wherever you go around the world, there are people from Kerala. So, and wherever I go, I hear that around. So I'm really glad, and I always connect with pleasure with the people from Kerala. സൗദിയിലേക്ക് 2ാം തവണയാണ് ഇവാൻ എത്തുന്നത്. ക്രിസ്ത്യാനോയും നെയ്മറും ഉൾപ്പെടെ ലോകോത്തര താരങ്ങളുമായി വളരുന്ന സൗദി പ്രോ ലീഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. Since they started a great project with all the great clubs and bringing big names, speaking about the players and the coaches, it became quite interesting. It became very, very, let's say, powerful in a way of football that many other countries now worldwide are following. This competition. It was not the case before, with all due respect, but now since it started and seeing the fact that there will be a World Cup in the future in 2034, it's quite interesting and nice to see that the countries like Saudi Arabia developing in a sports way. So I'm a big supporter of Saudi competition. It's quite nice and they are nice games to be watched. 4സും 5സും 7സും 9സും കളിച്ച് തന്നെയാണ് വളരേണ്ടത്. കുഞ്ഞു പ്രായത്തിലെ കുട്ടികൾ ടാബിലേക്കും ഫോണിലേക്കും തിരിഞ്ഞാൽ പിന്നെ ഒരിക്കലും വളർച്ചയുണ്ടാകില്ല. കേരളത്തിലും ദേശീയ തലത്തിലും താരങ്ങൾക്ക് മികച്ച പരിശീലനം നൽകിയാൽ ഇന്ത്യക്കും ഫിഫ റാങ്കിങ്ങിൽ വളരാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. Football is already invented. You know, you don't have to invent new things. So as a federation, you should just try to find the correct recipe to look right and left how different countries worldwide are working. Then comparing to your own society to develop the programs, and it goes back to the youth level where you have to develop your boys, especially in the period between 14 and 18 or 14 and 19 years, which is the most important part for one football player's life. So it means that there must be correct projects working with those boys within the clubs and federation in order to develop them and prepare them for the senior level. Because at one point these boys, they become seniors. You know, they turn 18 and 19, they have to play on a big scene with the senior players. And if you don't prepare those boys in that period between 14 and 19, then they will struggle later, which is the case now with many senior players in ISL, which is not the fault of their own. It is actually the fault of the system which did not allow them to develop correctly in a period when it was necessary and important. So later what happens, that the national team struggles the most, which means that the players who are the best, they have to play for the national team. But seeing the fact that many other countries are advanced and they're following these projects and programs that they have for years already, some countries in, let's say, South America or Europe, they've more than 20-30 years, they're following these development process of young players. When you develop these products and young players, they become better, they become great. So later on they go on a higher level, they play for national team and they bring result. If you don't have that kind of players or you don't have that type of developed projects, these players later on, when they face another teams, national teams, especially in Asia, they are not better. And they have no chance to win the game. So that's why the ranking is a reality. രണ്ടാനച്ഛൻ്റെ ഗുരുതര ആരോഗ്യ പ്രയാസത്തെ തുടർന്ന് ഇടവേളയെടുത്തതായിരുന്നു ഇവാൻ. ഈ ഡിസംബറോടെ കരിയറിൽ വീണ്ടും തിരികെ പ്രവേശിക്കും. Decided to take some free time because since January this year we had a family issue with my stepfather being ill with the cancer. I wanted to spend some time with my family, helping around there.
And actually, I was refusing several offers from Europe, from even from ISL. So actually, I decided to stay a little bit quiet, to take a rest, to recharge the batteries, and soon, when I end up some projects, I'll be soon back in the business, probably in December or January. നിലവിൽ ഒരു മലയാള സിനിമയിൽ വേഷമിടാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. Yeah, there is a possibility. There were talks, so we are still in a way of preparing that project. So we'll see what will happen. If it happens, it will be a nice experience. മീഡിയ വൺ സൂപ്പർ കപ്പിൽ ഓളം സൃഷ്ടിച്ചാണ് ഇവാൻ മടങ്ങിപ്പോയത്.